ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എല്ലാ ഇലക്ട്രീഷ്യന്മാർക്കും ഒരുപക്ഷെ കാണാൻ അവസരം ലഭിക്കാത്ത ഒരു കാഴ്ചയാണ് ഉൾപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ മച്ചാമാരെ, മറ്റൊന്നുമല്ല, നമ്മുടെ 11 kV HT മീറ്ററിംഗ് പാനലിന്റെ ഉൾവശത്ത് എന്തൊക്കെ സംവിധാനങ്ങളാണ് ഉള്ളത്, അതേപോലെ തന്നെ CT PT ഇവയുടെ സാധനങ്ങൾ, ഇവയുടെ കണക്ഷൻസ്, കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് കാണുക. വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്തേക്കുക. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ചാനൽ സബ്സ്ക്രൈബ് കൂടി നോക്കുക. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. മച്ചാമാരെ, ഈ കേബിൾ കണ്ട, ഈ കേബിളാണ് 11 kV ലൈന്. ഇത് നേരെ വന്ന് കയറുന്നത് നമ്മുടെ ബസ് ബാറിലേക്കാണ്, മീറ്ററിംഗ് പാനലിലെ ബസ് ബാറിലേക്കാണ്. അതായത് RMU നിന്ന് വരുന്ന കേബിളാണിത്. ഇത് വന്ന് നേരെ കയറുന്നത് ഇതാ ഇവിടെ പുട്ടൂറ്റി പോലെ ഇരിക്കുന്ന സംഭവം കണ്ട, അതിലേക്ക് നമ്മൾ ROB ഡയറക്റ്റ് ആയിട്ട് ഒരു ലിങ്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ലിങ്ക് വന്ന് കയറുന്ന ഈ പുട്ടുകുറ്റി പോലെ ഇരിക്കുന്ന ഈ സംവിധാനമാണ് പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോർ എന്ന് പറയുക, അല്ലെങ്കിൽ നമ്മുടെ വോൾട്ടേജ് ട്രാൻസ്ഫോർ എന്ന് പറയും. PT എന്ന് പറയുന്ന ഡിവൈസാണ് ഇത്. ഇത് നമ്മുടെ ഹൈ വോൾട്ടേജ് ലൈനിൽ നിന്ന് നമ്മുടെ ലോ വോൾട്ടേജിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് ഹൈ വോൾട്ടേജ് വാല്യൂ മെഷർ ചെയ്യുന്നതിനായിട്ടാണ് നമ്മൾ ഈ പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോർമർ ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ ടെർമിനൽസ് നോക്കി വെച്ചോ, ഇനി അടുത്ത പിക്ചർ കാണുമ്പോൾ മനസ്സിലാവും. ഇതാണ് സിംഗിൾ ആയിട്ടുള്ള ഒരു കണക്ഷൻ വരിക. പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോർമറിൻ്റെ സിംഗിൾ ആയിട്ടുള്ള കണക്ഷൻ മനസ്സിലാക്കാനായിട്ട് എടുത്തു വെച്ചതാണ്. നമ്മുടെ 11 kV ലൈൻ വരുന്നു. അതിൻ്റെ പ്രൈമറി സൈഡിലെ വൈൻഡിങ്ങിൻ്റെ എണ്ണം കൂടുതലാണ്. അതുപോലെ തന്നെ സെക്കൻഡറി സൈഡ് വരുമ്പോൾ വൈൻഡിങ്സിൻ്റെ എണ്ണം കുറവും, വോൾട്ട് മീറ്ററിൽ മെഷർ ചെയ്യുകയും ചെയ്യാം. ഈ ഒരു പിക്ചർ കൂടി നോക്കാം. ഇതിനകത്ത് ഈ ന്യൂട്രൽ എന്ന് പറയുന്ന കേസ് വിട്ടേക്ക്. നമുക്ക് 11 kV ന്യൂട്രൽ വരില്ല, അവിടെ 3 ഫേസുകൾ മാത്രമേ വരത്തുള്ളൂ. കൊള്ളാവുന്ന ഒരു പിക്ചർ നെറ്റിൽ നോക്കിയിട്ട് ഇതാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഇതെടുത്തിട്ടേക്കുന്നത്. അതേപോലെ തന്നെ ആ CTയുടെ സൈഡ് നമ്മൾ വിട്ടേക്ക്, നമുക്ക് PTയുടെ ഭാഗം മാത്രം നോക്കാം. അപ്പോൾ ഈ PTയുടെ ഭാഗത്തേക്ക് വരുമ്പോൾ പ്രൈമറി സൈഡായിട്ടുള്ള വൈൻഡിങ്സ്, അവിടെ 3 വൈൻഡിങ്ങുകളാണ് വരിക. നമ്മൾ നേരത്തെ കണ്ട പുട്ടുറ്റി പോലത്തെ സംഭവത്തിൻ്റെ അകത്ത് 3 വൈൻഡിങ്സ് വരുന്നുണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ സെക്കൻഡറി സൈഡായിട്ടും 3 വൈൻഡിങ്ങുകൾ വരുന്നുണ്ട്. ഇതിൻ്റെ ടെർമിനൽസ്, ഓരോ വൈൻഡിങ്ങിൻ്റെയും ടെർമിനൽസ് തമ്മിൽ, പ്രൈമറി സൈഡിലെ ഓരോ വൈൻഡിങ്ങിൻ്റെയും ടെർമിനൽസ് തമ്മിൽ ഷോർട്ട് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അവിടെ അത് സ്റ്റാർ കണക്റ്റഡ് ആണ്. അതേപോലെ തന്നെ താഴത്തേക്ക് വരുമ്പോൾ, സെക്കൻഡറി സൈഡിലേക്ക് വരുമ്പോൾ അവിടെയും വൈൻഡിങ്സ് നമ്മൾ ഷോർട്ടിങ് വരുന്നുണ്ട്. ആ ഷോർട്ടിങ് ടെർമിനൽസാണ് നമ്മൾ നേരത്തെ കണ്ടത്. ഇനി ഞാനത് പിക്ചറിലേക്ക് ഒന്നുകൂടി തിരിച്ചു വരാം. ഇതിൽ ഈ ബ്ലാക്ക് വയർ കണക്ട് ചെയ്തിട്ടുള്ള പോയിന്റ്സ് ഇവിടെ ലിങ്ക് ചെയ്തിട്ടുള്ളത് കണ്ടോ, അതിപ്പോൾ സ്റ്റാർ കണക്റ്റഡ് ആയി. അതിൻ്റെ ഓരോ ലീഡ്സാണ് ഇനി അടുത്തത് മുകളിലേക്ക് പോകുന്നത്, മീറ്റർ സെക്ഷനിലേക്ക് പോകുന്നത്. അത് നമുക്കിനി ആ ഭാഗം വരുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവും. ഇത് നമ്മുടെ PTയുടെ ഒരു നെയിം പ്ലേറ്റ് ആണ്. ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇവിടെ ഒന്ന് പൗസ് ചെയ്തിട്ട് ഇതിൻ്റെ ഡീറ്റെയിൽ ഒന്ന് മനസ്സിലാക്കുക. അപ്പോൾ നമ്മുടെ കേബിൾ സെക്ഷൻ പറഞ്ഞു, ബസ് ബാറിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. താഴെ PT ആണ്. അവിടെ നിന്ന് നേരെ മുകളിലേക്ക് വരുമ്പോഴാണ് ഇനി നമ്മുടെ CT ഇരിക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ വെർട്ടിക്കലായിട്ടുള്ള രീതിയിലാണ് പിടിപ്പിച്ചിട്ടുള്ളത്. നമുക്ക് ഹൊറിസോണ്ടലായിട്ട് പിടിപ്പിക്കാം. നമ്മുടെ പാനലിനനുസരിച്ച് ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ 11 kV ലൈനിലെ കറണ്ട് മെഷർ ചെയ്യുന്നതിനായിട്ടാണ് നമ്മളിവിടെ CT ഉപയോഗിക്കുന്നത്. ഈ ബസ് ബാർ നേരെ മുകളിലേക്ക് വന്ന് അടുത്ത ബ്രേക്കറിലേക്ക് പോകുന്നു. ഇവിടുത്തെ CT റേഷ്യോ ഒന്ന് നോക്കി വെക്കുക, 5/5 ആണ്. അപ്പോൾ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പിന്നീട് ഒരിക്കലും പറയാം, കാരണം അത് ഇതുമായിട്ട് ബന്ധപ്പെടുത്തി പറഞ്ഞാൽ ഒന്നും മനസ്സിലാകത്തില്ല. അപ്പോൾ ഈ ബസ് ബാർ നേരെ പോയി കയറുന്നത് അടുത്ത ബ്രേക്കർ സെക്ഷനിലേക്കാണ്. ഇനി CTയുടെ കണക്ഷൻ വരുന്നത് ഈ രീതിയിലാണ്. CT നമ്മൾ കണക്ട് ചെയ്യുക. നമ്മൾ സ്കെച്ച് വരക്കുമ്പോൾ ഡയറക്റ്റ് ലൈനിൽ ഇട്ടിരിക്കുന്ന പോലെയാണ് എന്നുണ്ടെങ്കിലും ഈ രീതിയിലാണ് കണക്ഷൻ വരിക. ഇതാകുമ്പോൾ നമുക്ക് അഴിച്ചു മാറ്റി പുതിയ ഇടാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ വരും. ബസ് ബാറിന് റൗണ്ടായിട്ട് ഉള്ള രീതിയിലാണ് CTയുടെ സ്കെച്ചും അതിൻ്റെ കാര്യങ്ങളും കണക്ഷനും ഒക്കെ വരിക. പക്ഷേ ഈ രീതിയിൽ ആണ് ചെയ്യുന്നത്. അതൊന്ന് മനസ്സിലാക്കിയിരിക്കുക. സ്കെച്ച് കാണുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ഇനി ഇതിൻ്റെ അടിവശത്തു നിന്നാണ് നമുക്ക് S1 S2 ടെർമിനൽസ് ഒക്കെ കാര്യങ്ങൾ വരുന്നത്. ഇതിൽ നിന്നാണ് നമ്മൾ കറണ്ട് മെഷർ ചെയ്യാനുള്ള സംവിധാനങ്ങൾ എടുക്കുക. ഇതിൽ S2 നമ്മൾ ലിങ്ക് ചെയ്ത് സ്റ്റാർ കണക്റ്റഡ് ആയിട്ട് എടുക്കും. അത് നമുക്ക് ഈ സ്കെച്ചിൽ നോക്കുമ്പോൾ മനസ്സിലാക്കാം. PTയുടെ കേസ് വിട്ടേക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇനി CTയുടെ ഭാഗത്തേക്ക് നോക്കുക. അപ്പോൾ L1 L2 L3 ലൈനിന് അക്രോസ് ആയിട്ടാണ് നമ്മൾ CT ഇട്ടിട്ടുള്ളത്. ആ CTയിൽ നിന്നാണ് നമുക്ക് കൃത്യമായിട്ടും കണക്ഷൻ ലഭിക്കുന്നത്. അതിൽ നമ്മൾ നേരത്തെ കണ്ട S1 S2 ടെർമിനൽസ് 3 CTകൾക്കും ഉണ്ടാകും. അതിൽ S2 ടെർമിനൽസ് നമ്മൾ ലിങ്ക് ചെയ്തിട്ടാണ് ഇവിടെ എർത്തിങ് കാണിച്ചിട്ടുള്ള ഭാഗത്ത് നമ്മൾ ഷോർട്ട് ചെയ്ത് സ്റ്റാർ കണക്റ്റഡ് ആയിട്ട് എടുക്കുക. അതേപോലെ തന്നെ അടുത്ത സെക്ഷൻ വരുന്നത് നമ്മുടെ മീറ്ററിംഗ് പാനലിലേക്ക്, മീറ്റർ സെക്ഷനിലേക്കായിട്ട് പോകും. അതായത് S1 എന്ന് പറയുന്ന ഓരോ ടെർമിനലിൽ നിന്നും മീറ്ററിലേക്ക് കേബിളുകൾ പോകും. അപ്പോൾ മച്ചാന്മാരെ, ഷട്ട് ഡൗൺ വർക്ക് ആയതുകൊണ്ട് തന്നെ കൂടുതൽ കാര്യമായിട്ട് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല. അതിൻ്റെ ഒരു തിരക്കിലും ആയിപ്പോയി. അപ്പോൾ അതുകൊണ്ടിട്ടാണ്. അപ്പോൾ കുറച്ച് കാര്യങ്ങളെങ്കിലും ഇതിൽ നിന്ന് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇനി കൂടുതൽ കാര്യങ്ങൾ അറിയാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. നിങ്ങളുടെ കമൻറ്റുകൾ നോക്കിയിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ മറ്റൊരു സാഹചര്യത്തിൽ അതിൻ്റെ വീഡിയോസ് നമുക്ക് കൃത്യമായിട്ട് ചെയ്യുക തന്നെ ചെയ്യാം. അപ്പോൾ എന്തായാലും വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒപ്പം നിങ്ങളുടെ സംശയങ്ങളൊക്കെ കമൻറ്റ്സ് ആയിട്ട് രേഖപ്പെടുത്തുക.
പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ബെൽ ബട്ടൺ കൂടി അങ്ങോട്ട് അമർത്തിയേക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.